നമസ്കാരം. ഇന്ന് പുതിയൊരു യോഗാസനം പരിചയപ്പെടുത്തുകയാണ്. പൊതുവെ എല്ലാവരും ഇപ്പോൾ പറയുന്ന ഒരു വിഷമാണ് സന്ധിവേദനകൾ. കാൽമുട്ട് വേദന, കൈയുടെ ഭാഗങ്ങളുടെ വേദന. അപ്പോൾ അതിന് ഒരാശ്വാസം കിട്ടുന്ന ഒരു യോഗാസനമാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് തുടക്കക്കാർക്ക് പെട്ടെന്ന് ചെയ്യാൻ, പൂർണ്ണസ്ഥിതിയിൽ ചെയ്യാൻ വിഷമമുണ്ടാവും. അതുകൊണ്ട് 3 വിധത്തിൽ ഞാൻ കാണിച്ചു തരാം. ചെയ്ത് പൂർണ്ണസ്ഥിതിയിൽ എത്തുന്ന രീതിയിലേക്ക് വരിക. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണസ്ഥിതി ആദ്യം കാണിക്കാം. അതിനുശേഷം അതിനെക്കാട്ടി കുറച്ചുകൂടെ ലൈറ്റായിട്ടുള്ള കാണിക്കും. അതിനുശേഷം ഏറ്റവും ലൈറ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാം. മറ്റ് 2 സ്റ്റെപ്പ് പിന്നീട് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കാലുകൾ പരമാവധി അകത്തി വെക്കുക. അപ്പോൾ കാലിൻ്റെ പാദങ്ങൾ നേരെയായിരിക്കും. ഇനി നമ്മൾ ഏത് വശത്തോട്ടാണോ ചെയ്യുന്നത്, 2 വശത്തേക്ക് ചെയ്യണം. ഏത് വശത്തോട്ടാണോ ചെയ്യുന്നത് ആ വശത്തെ കാല് മാത്രം, മറ്റേ കാല് നേരെ തന്നെ ഉണ്ടാവണം. ഒരു 45 ഡിഗ്രിയോളോ ഒരു 90 ഡിഗ്രി നമ്മൾ ചരിക്കുക. പക്ഷെ കാലിൻ്റെ ഉപ്പൂറ്റുകൾ നേരെ ആയിരിക്കണം. ഉപ്പൂറ്റുകൾ മാറ്റാൻ പാടില്ല. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് കൈ നേരെ ശ്വാസം എടുത്തുകൊണ്ട് വരിക. എന്നിട്ട് കാല് തിരിച്ചു. ഇടത് വശത്തേക്കാണ് ചെയ്യുന്നതെങ്കിൽ ഇടത് വശത്തെ കൈപ്പത്തി നമ്മുടെ കാലിൻ്റെ പാദത്തോട് ചേർത്ത് പതിപ്പിക്കുക. ശരീരം ഇടത് കാലിനോട് ചേർന്ന് നിൽക്കണം. അതുപോലെ തന്നെ കാൽമുട്ട് 45 ഡിഗ്രി ആയിരിക്കണം. ഈ കൈ നേരെ ഭൂമിക്ക് ലംബമായിട്ട് വരണം. നമ്മൾ നോക്കുന്നത് നമ്മുടെ കൈപ്പത്തിയിലേക്ക്. ഇങ്ങനെ എത്ര സമയം നിൽക്കാൻ പറ്റുമോ അത്രയും സമയം ചെയ്യും. അപ്പോൾ നമ്മുടെ കാലിലെ ശരീരത്തിലെ എല്ലാ ഞരമ്പുകൾക്കും ഒരു വലിവ് ലഭിക്കും. നല്ല ശ്വാസം എടുത്തുകൊണ്ട് എഴുന്നേറ്റ് വരിക. കാൽപാദങ്ങൾ നേരെയാക്കുക. ഈ കാൽപാദം എപ്പോഴും നേരെ തന്നെ ആയിരിക്കും. മറ്റേ കാൽപാദം നേരെയാക്കി ചേർന്ന് വരിക. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ചെയ്യുമ്പോൾ എല്ലാ ഞരമ്പുകൾക്കും ഒരു വലിവ് ലഭിക്കും. ഇനി ഇത് പെട്ടെന്ന് പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. പരമാവധി കാലകത്തി വെക്കുക. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് തോളിന് ലെവലായിട്ട് കൈ കൊണ്ടുവരിക. എന്നിട്ട് ഇത്രേ ചെയ്യാൻ പറ്റൂ, മുട്ടൊന്നും ശരിക്കും മടങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഈ കൈ നമ്മുടെ കാലിനോട് ചേർത്ത് വെക്കുക. ഈ കൈ പരമാവധി ഉയർത്തുക. ഇനി അത് വിഷമം ഉള്ള ആൾക്കാർ ചെയ്യേണ്ടത് നമ്മളൊരു ചെയറിൻ്റെ സഹായത്തോടെ ചെയ്യാം. ഒരു ചെയർ എടുക്കുക. എന്നിട്ട് കാല് കഴിയുന്നത്ര അകത്തി വെക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൈ ഒന്ന് ഉയർത്തി ഇത്രയെങ്കിലും ചെയ്യാം. ഈ കാൽമുട്ടിന് വേദനയുള്ള ആൾക്കാർക്ക് ചെയ്യാൻ വിഷമമുണ്ടാവും. അപ്പോൾ വെയിറ്റ് നമുക്ക് ഇടത് കയ്യിൽ കൊടുക്കുക, കാൽമുട്ടിലും കൊടുക്കുക. രണ്ടും കൈക്കും കാലിനും കൂടെ ബലം കൊടുക്കുക. ക്രമേണ ഈ ചെയർ നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഞാൻ രണ്ടാമത് കാണിച്ച രീതിയിലേക്ക് വരാം. സാവധാനത്തിൽ നമുക്ക് ശരിക്കുള്ള അവസ്ഥയിലേക്ക് വരാം. ഇടതുവശത്ത് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ വലതുവശത്തേക്കും ചെയ്യാം. ഇതാണ് നമ്മുടെ ത്രികോണാസനം. ഇനി ഇതിൻ്റെ ഗുണങ്ങൾ, നമ്മുടെ ശരീരത്തിലെ മുഴുവൻ ഞരമ്പുകൾക്കും വലിവ് ലഭിക്കുന്നതിനാൽ നമുക്ക് രക്ത ഓട്ടം വർദ്ധിക്കും ശരീരത്തിലെ.
ഈ രക്തഓട്ടത്തിൻ്റെ പ്രശ്നമാണല്ലോ നമുക്ക് വേദനകളൊക്കെ വരാൻ കാരണം. മാത്രമല്ല നമ്മുടെ പേശികൾക്ക് നല്ല വലിവ് ലഭിക്കും. സന്ധിവേദനകൾ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാം എന്നിപ്പം പറയുന്നില്ല, പക്ഷേ ഇതെന്നും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സന്ധിവേദനകൾ മാറിക്കിട്ടും, ശരീരത്തിനൊരു ഉന്മേഷവും ഉണ്ടാകും. ഇതാണ് നമുക്ക് ത്രികോണാസനം ചെയ്താലുള്ള ഗുണം. ഒരല്പം വിഷമമുള്ള ആസനമാണെങ്കിലും എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഒന്ന് ശ്രമിച്ചു നോക്കുക. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ബാലൻസിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർ ഇത് ചെയ്യുമ്പം വളരെ ജാഗരൂകരായിരിക്കണം. അതുപോലെ തന്നെ ഹൈ പ്രഷറുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഈ സ്പൈനൽ, പിന്നെ നമ്മുടെ നട്ടലിന് ഓപ്പറേഷൻ നടത്തിയുള്ള ആൾക്കാർ, അത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ ബെൻഡ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരും അത് ശ്രദ്ധിക്കുക. ഇന്ന് പുതിയൊരു പ്രാണായാമം പരിചയപ്പെടുത്തുകയാണ്. അതിൻ്റെ പേര് ശീതളി പ്രാണായാമം. ചെയ്യുന്നൊന്ന് കാണുക. അതിനുശേഷം 1 by 1 അത് എങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ. വളരെ സിമ്പിളാണ്. നമ്മൾ ചെയ്യുന്നത് നാക്ക് പുറത്തേക്ക് നീട്ടി നാക്കിനെ ഒരു കുഴൽ രൂപത്തിലാക്കുക. എന്നിട്ട് നാക്കിൻ്റെ ആ കുഴൽ രൂപത്തിലാക്കിയ നാക്കിനകത്തൂടെ സാവധാനം ശ്വാസം വായു ഉള്ളിലേക്ക് വലിച്ചെടുക്കുക, ഉള്ളിൽ നിറക്കുക. എന്നിട്ട് ജാലന്ധരബന്ധം ചെയ്യുക. ജാലന്ധരബന്ധം എന്ന് പറഞ്ഞാൽ ഈ താടി നെഞ്ചിൽ മുട്ടിക്കുക എന്നുള്ളതാണ്. എത്രയും സമയം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ അത്രയും സമയം ശ്വാസത്തെ പിടിച്ചു നിർത്തിയതിന് ശേഷം ജാലന്ധരബന്ധം വിടുവിച്ച് സാവധാനം മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. അപ്പോൾ എത്ര സമയം കൊണ്ടാണോ ഉള്ളിലേക്ക് നമ്മൾ ശ്വാസം എടുത്തത് അതിൻ്റെ ഇരട്ടി സമയമെങ്കിലും നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടാൻ എടുക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഒരു ആസനത്തിൽ ഇങ്ങനെയാണ് വജ്രാസനത്തിലാണ് ഇരിക്കാൻ പറ്റുമെങ്കിൽ വജ്രാസനത്തിലിരിക്കുക, അല്ലെങ്കിൽ ചമ്രം പടഞ്ഞിരിക്കാനാണെങ്കിൽ ചമ്രം പടഞ്ഞിരിക്കുക, പത്മാസനത്തിലിരിക്കാൻ പറ്റുന്ന പത്മാസനത്തിലിരിക്കുക. ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നട്ടല് നിവർന്നിരിക്കണം. കൈപാദങ്ങൾ കാൽമുട്ടിൽ ഉറപ്പിക്കുക. ഇനി പറഞ്ഞുകൊണ്ട് ചെയ്യുക. നേരെ ഇരിക്കുക, കൈ കാൽമുട്ടിൽ വെക്കുക, കണ്ണ് അടയ്ക്കുക, നാക്ക് പുറത്തേക്കിട്ട് കുഴൽ രൂപത്തിലാക്കുക. എന്നിട്ടാണ് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത്. ശ്രദ്ധിക്കുക, വായിലൂടെയല്ല നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുന്നത്, ആ പൊസിഷനിൽ തന്നെ നമ്മൾ തുടരുമെങ്കിലും. അപ്പോൾ ജാലന്ധരബന്ധത്തിൽ നിന്ന് വിട്ടതിന് ശേഷം സാവധാനത്തിൽ മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് എത്ര തവണ ചെയ്യാമോ അത്രയും തവണ ചെയ്യുന്നത് നല്ലതാണ്. മിനിമം ഇത്ര തവണ എന്നൊന്നും ആരും കണക്കാക്കണ്ട. എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ചെയ്യുക. ഇനി ഈ പ്രാണായാമം ചെയ്യുന്നതിനുള്ള ഗുണം, ശീതളി പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവിനെ കുറയ്ക്കുന്നതാണ്. ശരീരത്തിന് തണുപ്പ് അനുഭവപ്പെടും. പിന്നെ എന്ന് പറഞ്ഞാൽ ആലസ്യം നമുക്ക് മാറ്റാൻ സാധിക്കും. പിന്നെ ഇത് ഹൈ പ്രഷറുള്ള ആൾക്കാർക്ക് പരിശീലിക്കാൻ പറ്റുന്ന ഒരു പ്രാണായാമമാണ്. പ്രഷറിനെ കുറയ്ക്കാനും ഈ ശീതളി പ്രാണായാമം നമ്മളെ സഹായിക്കും.
അപ്പോൾ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ഉണ്ടോ എന്ന് നമുക്ക് അന്നേരം അറിയാമല്ലോ. പിന്നെ മറ്റൊന്ന്, ഈ യോഗാസനമാണെങ്കിലും പ്രാണായാമമാണെങ്കിലും അതെല്ലാ ദിവസവും ചെയ്യണം. അപ്പം ഞാൻ കാണിച്ചു തന്ന എല്ലാ വീഡിയോയും എല്ലാ ദിവസവും ചെയ്യണമെന്നല്ല. ചില കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യുക. യോഗാസനത്തിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ചെയ്താൽ മാത്രമേ അതിൻ്റെ ഫലം നമുക്ക് കിട്ടുകയുള്ളൂ. ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ ഗുണം നമുക്കുണ്ടാവും. അപ്പോൾ അത് എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം എന്ന് പറയുമ്പോൾ പറയാം, അധികം അന്തരീക്ഷം ചൂടാകുന്നതിന് മുന്നേ ചെയ്യണം. കഴിയുന്നതും രാവിലെയാണ് നല്ലത്. അപ്പോൾ ചെയ്തു നോക്കുക, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് സ്വയം വിലയിരുത്തുക. ഇന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി പിന്നീട് വരാം. നന്ദി, നമസ്തേ.